നമ്മൾ ശ്രമിക്കുകയാണ്. അതിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്: ഒരു കപ്പാസിറ്റർ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. 200 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. ഒരു വോൾട്ട് മീറ്റർ ഹാവിങ് നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ്. വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റർ ആണ് 13500 കണക്റ്റഡ് അക്രോസ് ദ റെസിസ്റ്റർ. അത് റീഡ് ചെയ്യുന്നത് 132 വോൾട്ട് ആണ്. ദാറ്റ് മീൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 132 ആണ്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് 200 ആണ്. കറണ്ട് ടേക്ക് ഫ്രം ദി സപ്ലൈ, നമ്മൾ സീരീസ് കണക്ഷനിൽ കറണ്ട് തന്നിരിക്കുന്നത് 22.35 മില്ലി ആംപിയർ ആണ്. തന്ന കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതുന്നു. വെൻ വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ്, ആ സമയത്ത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് 32.332 വോൾട്ട് ആണ്. സപ്ലൈ വോൾട്ടേജ് 100 ആണ്, ഫ്രീക്വൻസി 50 ആണ്. അപ്പം കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കാണാൻ ഈ വോൾട്ടേജിനെ സ്ക്വയർ ചെയ്തിട്ട് ഈ വോൾട്ടേജിനെ സ്ക്വയർ ചെയ്തിട്ട് കുറയ്ക്കുക. അതായത് 200 മൈനസ് 132ന്റെ സ്ക്വയർ. 150 വോൾട്ടാണ് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ളത്. ഫൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വി സി ബൈ വി. 150 ഡിവൈഡഡ് ബൈ 200, 49 ഡിഗ്രിയാണ്. നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഐ ആണ് റെഫറൻസ്. അതിൽ തന്നെയാണ് വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ 132. വി സി എന്ന് പറയുന്നത് ലീഡാക്കാൻ വേണ്ടി, വോൾട്ടേജ് അല്ല കറണ്ട് ലീഡ് ചെയ്യാൻ വേണ്ടി വോൾട്ടേജിനെ നമുക്ക് താഴേക്ക് വരയ്ക്കാം. 150 രണ്ടും തമ്മിൽ ജോയിൻ ചെയ്താൽ 41 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ 180യിൽ നിന്ന് 90 പ്ലസ് 45 90 ഡിഗ്രി കുറച്ചാൽ ഈ ആംഗിൾ കിട്ടും. സോ വി ആർ ലീഡ് ദ സപ്ലൈ വോൾട്ടേജ്. വി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈ കറണ്ടിന്റെ ഇൻ ഫേസ് അല്ലേ, അതുകൊണ്ടാണ് അത് ലീഡ് ബൈ 49 ഡിഗ്രി. ഇതാ ഈ ആംഗിള്. ഓക്കെ, അടുത്തത് ലാഗ് ബിഹൈൻഡ് ദ സപ്ലൈ വോൾട്ടേജ്. ദാറ്റ് ഈസ് 90 മൈനസ് 49, ദാറ്റ് ഈസ് 41 ഡിഗ്രി. So the supply current എന്ന് പറയുന്നത് 22.35 മില്ലി ആംപിയർ ആണ്. വോൾട്ട് മീറ്ററിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് 132 അതും തന്നിട്ടുണ്ട്. 13500 ആണെന്ന് വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് ത്രൂ വോൾട്ട് മീറ്റർ ഇവിടം വരെ ആര് വരുള്ളൂ? 22.35 വരുള്ളൂ. അപ്പൊ ഇതിലൂടെ വേറെ കറണ്ട് പാസ് ചെയ്യണം. സോ ആ കറണ്ട് എന്ന് പറഞ്ഞാൽ വി ആർ ഡിവൈഡഡ് ബൈ ആർ ചെയ്താൽ മതി. 132 വോൾട്ടേജ് ആണ് റെസിസ്റ്ററിന് അക്രോസ് ആയാലും വോൾട്ട് മീറ്ററിന് അക്രോസ് ആയാലും. 132 ഡിവൈഡഡ് ബൈ 13500 ഓം ആണ് വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ്. അപ്പോൾ വോൾട്ട് മീറ്ററിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 9.75 ആണ്, 78 ആണ്. സോ കറണ്ട് ത്രൂ ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്ര വരുന്നുണ്ട്? 32.35 വരുന്നുണ്ട്. 32.35ൽ നിന്ന് 9.78 മില്ലി ആംപിയർ കുറച്ചാൽ 12.75 ആംപിയർ വരും. ഇനി ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്.
വോൾട്ടേജ് എന്ന് പറയുന്നത് 132ആണ്. കറണ്ട് ഓൾറെഡി 12.57 മില്ലി ആംപിയർ എന്ന് കണ്ടിട്ടുണ്ട്. അതാണ് 10,500 എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റർ കാണണമെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കാണണമെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? എല്ലാം തന്നിട്ടുണ്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, 132ആണ് വോൾട്ടേജ് എന്ന് തന്നിട്ടുണ്ട്. കറണ്ട് കാണാൻ വേണ്ടി മാത്രം കറണ്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 132 ഡിവൈഡഡ് ബൈ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടാൽ 9.75 ആയി. ഈ വാല്യൂവിൽ നിന്ന് ഇതിലേക്ക് പോകുന്ന വാല്യൂ കുറച്ചാൽ കറണ്ട് ത്രൂ റെസിസ്റ്റർ ആയി. കറണ്ട് ത്രൂ റെസിസ്റ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഡിവൈഡ് ബൈ കറണ്ട് കണ്ടാൽ 10,500 ആയി. ഓക്കെ, ഇത് ഫേസർ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി സി എന്ന് പറയുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കണ്ടുപിടിക്കുന്നത്. ഇനി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് 150 ഡിവൈഡഡ് ബൈ 22.35 ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് സീരീസ് ആവുമ്പോൾ കറണ്ട് ആറ് കൂടിയും ഈ ഭാഗത്തുകൂടി ഒരേ കറണ്ട് തന്നെ ഫ്ലോ ചെയ്യുള്ളൂ. ഇവിടുന്ന് പുറപ്പെട്ടാൽ ഇവിടെയും അതുണ്ടാവും. സോ 6,771 ഓമാണ് കിട്ടുക. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം താഴെ 10⁻³ ഉണ്ട്, അല്ലെങ്കിൽ 10⁻³ ഉണ്ട്. അപ്പോൾ 1000 ആയില്ലേ? അപ്പോൾ മുകളിലോട്ട് പോയ വാല്യൂ എന്തായാലും വലിയ വാല്യൂ ആണ് വരിക. ഓക്കെ, ഇനി നമ്മൾ വോൾട്ട് മീറ്റർ എടുത്ത് കളഞ്ഞു. വോൾട്ട് മീറ്റർ എടുത്ത് കളയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ആറിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ് ആ വോൾട്ട് മീറ്റർ അവിടെ ഉണ്ടായിരുന്നത്. 10,500 ആണ് ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇമ്പഡൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ √r² പ്ലസ് x² വരും. √10² പ്ലസ് 10,500 പ്ലസ് 6,711 ചെയ്താൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12,500 ആയിട്ട് മാറും. 13,500 എന്ന് പറഞ്ഞാൽ വോൾട്ട് മീറ്ററിന് അക്രോസിലാണ്. അപ്പോൾ സപ്ലൈ കറണ്ട് എന്ന് പറഞ്ഞാൽ 2,200 ഡിവൈഡഡ് ബൈ ഈ 12,500 ഡിവൈഡ് ചെയ്താൽ 16 മില്ലി ആംപിയർ ആയിട്ട് മാറും ഇവിടെ വോൾട്ട് മീറ്റർ ഇല്ല എങ്കിൽ. ഏത് റെസിസ്റ്റൻസ് നിലനിൽക്കുകയാണെങ്കിൽ സെയിം റെസിസ്റ്റൻസ് നിലനിൽക്കുകയാണെങ്കിൽ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് VR എന്ന് പറഞ്ഞാൽ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ തന്നെ സപ്ലൈ കറണ്ടിൻ്റെ അത് 16 മില്ലി ആംപിയർ ഇൻറ്റു 10,500 168. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സെയിം കറണ്ട് തന്നെ 16 മില്ലി ആംപിയർ ഇൻറ്റു XC നേരത്തെ കണ്ട 6,711 ദാറ്റ് ഈസ് 107. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? VC ഡിവൈഡ് ബൈ VR ദാറ്റ് ഈസ് 32.5 ഡിഗ്രി ആവും. അപ്പോൾ ഫേസർ ഡയഗ്രാം വരച്ചാൽ 162 കറണ്ടിൽ തന്നെ VC എന്ന് പറയുന്നത് 180 ലീഡാക്കാൻ വേണ്ടി താഴോട്ട് വരച്ചു. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മളെ സപ്ലൈ വോൾട്ടേജായ 200. സപ്ലൈ വോൾട്ടേജും പിന്നെ കറണ്ടും തമ്മിലുള്ള ആംഗിളാണ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സപ്ലൈ കറണ്ടും സപ്ലൈ വോൾട്ടേജും തമ്മിലുള്ള ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ആംഗിളാണ് നമ്മൾ 32.5 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വോൾട്ട് മീറ്റർ ഇട്ടിട്ടും ചെയ്തു. വോൾട്ട് മീറ്റർ ഇട്ടിട്ട ശേഷമാണ് R കണ്ടുപിടിച്ചത്. വോൾട്ട് മീറ്റർ എടുത്ത് കളഞ്ഞ ശേഷമാണ് രണ്ടാമത് ഫേസർ ഡയഗ്രാം വരച്ചത്. ആ സമയത്ത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും മാറിയിട്ടുണ്ട്. വോൾട്ട് മീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.